السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, അടുത്തതായി കിതാബിൽ വരുന്ന ബാബ് തഅളീമി ഹുറുമാത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ ആദരിക്കൽ, അതല്ലെങ്കിൽ അവരെ ബഹുമാനിക്കൽ, അവരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കൽ, ആ രീതിയിലുള്ള ഒരു ബാബാണ്. പരസ്പരം മുസ്ലിങ്ങൾ ആദരിക്കേണ്ടവരും ബഹുമാനിക്കേണ്ടവരുമാണ്. സ്നേഹവും ആദരവും ബഹുമാനവും അതുപോലെ തന്നെ പരസ്പരമുള്ള സഹാനുഭൂതിയും വിട്ടുവീഴ്ചയും എല്ലാ തരത്തിലുള്ള സൽഗുണങ്ങളും മുസ്ലിങ്ങൾക്ക് പരസ്പരം ഉണ്ടാകണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൽ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നീ നിന്റെ സഹോദരനെ സഹായിക്കുക, അയാൾ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും. അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഉൻസുർഹു ഇദാ കാന മദ്ലൂമ, അയാൾ അതിക്രമിക്കപ്പെട്ടവനാണെങ്കിൽ അയാളെ സഹായിക്കുന്നത് ഞങ്ങൾക്കറിയാം, അയാളെ രക്ഷിക്കലാണ്. ആക്രമിക്കപ്പെടുന്നവനാണ് എൻ്റെ സഹോദരനെങ്കിൽ അയാളെ ആ അക്രമത്തിൽ നിന്ന് രക്ഷിക്കലാണ് അയാളെ സഹായിക്കൽ. പക്ഷേ ളാലിമായിട്ടുള്ള ഒരു സഹോദരനെ ഞാൻ എങ്ങനെ സഹായിക്കും? എൻ്റെ സഹോദരൻ അവൻ അക്രമിയാണ്, അവനെ ഞാൻ എങ്ങനെ സഹായിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവൻ ചെയ്യുന്ന ആ അക്രമത്തിൽ നിന്നും അവനെ തടയുക, അതാണ് അവനുള്ള സഹായം. സഹോദരങ്ങളെ, വളരെ വ്യക്തമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. നമ്മളുടെ ഒരു സഹോദരൻ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ അക്രമത്തിൽ നിന്ന് അയാളെ രക്ഷിക്കൽ നമുക്കറിയാം. എന്നാൽ ഒരു മുസ്ലിം സഹോദരൻ അക്രമിയായി നമ്മൾ കാണുകയാണെങ്കിൽ അയാളെ ആക്രമത്തിൽ നിന്ന് തടയുക എന്നുള്ളതാണ്. അവിടെ കൈകൊണ്ട് തടയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ കൈകൊണ്ട് തന്നെ നമ്മൾ അയാളെ തടയാം. അത് അയാൾക്കുള്ള സഹായമാണ്. കാരണം ഈ അക്രമം അയാൾ സ്വന്തത്തോട് തന്നെയാണ് ചെയ്യുന്നത്. മറ്റൊരാളെ ആക്രമിക്കുമ്പോൾ ആ അക്രമത്തിന്റെ പരിണിത ഫലം അത് ആത്യന്തികമായി അയാൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ആ ഒരു പരിണിത ഫലത്തിൽ നിന്നും അയാളെ രക്ഷിക്കാൻ വേണ്ടി അയാളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക, അതിൽ നിന്ന് തടയുക, ഇതാണ് അയാൾക്കുള്ള സഹായം നിന്റെ സഹോദരൻ അക്രമിയായിരിക്കുമ്പോൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. പലപ്പോഴും ആളുകൾ തമ്മിൽ അടിക്കുന്നത് കണ്ടു രസിക്കുന്ന ഒരു മനോഭാവം ആളുകൾക്കുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു മുസ്ലിമിന് അത് ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം എപ്പോഴും ഒരു രഞ്ജിപ്പിനും എപ്പോഴും ഒരു സമാധാനത്തിനും ആഗ്രഹിക്കുന്ന ആളാകണം. അത് മറ്റുള്ളവരിലും ഉണ്ടാകുവാൻ മുസ്ലിം കഴിവതും ശ്രമിക്കുകയും വേണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കഴിവതും പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.